അതാ കഴിഞ്ഞ ദിവസം നമ്മള് കനയ്യലാൽ കപൂറിന്റെ ദോ കോ ലഡാന എന്നുള്ള ആദ്യ ഭാഗമായിരുന്നു. അപ്പൊ അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഉദാഹരണമായിട്ട് ഒരു രണ്ടുപേര് തമ്മിൽ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 പേർ, ഘോഷ് ബാബു, ഗുപ്ത ബാബു, ഭട്ടാചാര്യ. ഇതിൽ ഘോഷ് ബാബുവും ഗുപ്ത ബാബുവും അത്ര സുഹൃത്തുക്കളാണ്, ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. അതേ സമയത്ത് ഇവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ നാരദ മുനിയുടെ അല്ലെങ്കിൽ ബീജമാരുവിന്റെ റോള് അഭിനയിക്കുന്ന ആളാണ് നമ്മുടെ ഭട്ടാചാര്യ. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്തു, ഈ രണ്ടുപേരെയും വിശ്വാസത്തിൽ എടുക്കുകയാണ്. ആര്? ഘോഷ് ബാബുവിനെയും ഗുപ്ത ബാബുവിനെയും കയ്യിലെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം എന്താണ്, ഈ ഘോഷ് ബാബുവിനെ വിളിച്ചിട്ട് പറയണത്, पहले तो आप ये बताइए कि गुप्ता बाबू से कुछ न्याय इत्तेफाकी तो नहीं हो गई. അല്ല, നിങ്ങളും ഗുപ്ത ബാബു തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്, വിയോജിപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആദ്യം. അപ്പൊ പറയണെന്ത്, ബിൽക്കുൽ ഇല്ല, ഒന്നും യാതൊരു പ്രശ്നമില്ല. എന്നാൽ ഇവിടെ തഅജ്ജുബ് കി ബാത് ഹേ तो फिर मामला क्या है. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, आप लोगों के बीच में क्या मसला है എന്ന് ചോദിക്കണം. എന്താണ് വിഷയം എന്ന്. ബാത് ക്യാ ഹെ ജറ ഖുൽകർ കഹിയെ. അപ്പോ ഈ ഘോഷ് ബാബുവിന് എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ ഡൗട്ട് വരികയാണ്. അല്ല, ഒന്ന് തുറന്ന് പറയും എന്താണ് വിഷയം എന്നത്. കാരണം ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് എന്താ വെച്ചാല് ഇവരില് ആദ്യം എന്ത് ചെയ്യണ, ഒരു വിശ്വാസം ഉറപ്പിക്കുകയാണ്, ഇത് ഇയാള് സത്യമാണ് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ കുച്ച് നഹി മേരാ ഖയാൽ ഹെ മുझे ഖാമോഷി रहना चाहिए. നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പോട്ടെ, ഒന്നുമില്ല. മുझे खामोश रहना चाहिए. എന്നാ പിന്നെ ഞാനും മിണ്ടാതിരിക്കാണ് വേണ്ടത്, എന്താ പറയുക, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന്. इतना कहने के बाद वाकई भट्टाचार्य खामोश हो जाता है. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഭട്ടാചാര്യ वो खामोश रहते हैं. इधर घोष बाबू सोचता है कि जरूर कोई बात है, इसीलिए इसरार करता है. അല്ല, എന്തോ പ്രശ്നം ഉണ്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ അയാൾ അങ്ങനെ നിർബന്ധിക്കേണ്ടതില്ലല്ലോ, അങ്ങനെ പറയാൻ മടിക്കേണ്ടതില്ലല്ലോ എന്ന്. ഭട്ടാചാര്യ ബൈ ബതാവോന ബാത് ക്യാ ഹെ. അപ്പൊ ഇവിടെ അദ്ദേഹം വന്നിട്ട് പറയുന്നത്, ഭട്ടാചാര്യ പറഞ്ഞത്, ബതാവോന പറയും, എന്താണ് ബാത് ക്യാ, എന്താ വിഷയം പറയുന്നത്. അപ്പോ ഇയാളുടെ കേൾക്കാനുള്ള ഒരു ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇയാൾ പറയണ ബാത് ഹേ ഹി ഓ കുച്ച് ബി നഹി. ഇല്ല, കാര്യമൊന്നുമില്ല, എന്നാണ്ടാണോ, അത്രേ ഉള്ളൂ, അല്ല കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയണേ. മേരെ മതലബ് ഹെ കമസ്കം ഗുപ്ത ബാബു. അല്ല, ഞാൻ ഉദ്ദേശിച്ച ഏറ്റവും ചുരുങ്ങിയത് ഗുപ്ത ബാബു തന്നെയെങ്കിലും എന്ന് പറയാണ്. ഗുപ്ത ബാബു, അതെ, പറ. നഹി മേ കുച്ച് നഹി കഹൂംഗ, അച്ഛാ മേ ചൽത്താ ഹൂം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. अब घोष बाबू भट्टाचार्य को परमात्मा का वास्ता देकर कहता है, उसे वो बात जरूर बतानी पड़ेगी. एक बार इनकार करने के बाद भट्टाचार्य राजदाराना लहजे में कहता. അപ്പൊ ഘോഷ് ബാബു എന്ത് ചെയ്യാണ്, ഭട്ടാചാര്യയോട് പരമാത്മാവസ്ഥ പഠിച്ചോന്ന് വിചാരിച്ചിട്ട് ഇതിനെങ്കിലും എന്ന് പറയാണ്. പറയുന്നത്, ഉസേ वो बात जरूर बतानी पड़ेगी, എന്തായാലും പറയാതെ ഞാൻ വിടൂല എന്ന് പറയാണ്. एक बार इनकार करने के बाद भट्टाचार्य राजदाराना लहजे में खामोशी के साथ, धीमी आवाज में वो कहते हैं, राजदाराന രഹസ്യം പറയുന്നത് പോലെ പറയണത്, जरा गुप्ता बाबू से बच कर रहिएगा. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണത്, നമ്മള് ഗുപ്ത ബാബുവിന്റെ അടുത്ത് കുറച്ചൊന്ന് ഒന്ന് വിട്ടിട്ട് പെരുമാറിയാൽ മതി എന്ന് പറയാണ്. ആപ്കെ ഖിലാഫ് സാഹബ് കെ കാൻ ബർ റഹാ ഹെ. നിങ്ങളെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ സാഹബിന്റെ മെയിൻ ഓഫീസർ എന്താണ്, അയാളെ കൊണ്ട് എന്തോ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്താണ് പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറിച്ചുകൊണ്ട് എന്തോ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന്. परसों मैंने उसे ये कहते हुए सुना कि അല്ല, ഒന്നുമില്ല, മിനിയാന്ന് ഞാൻ കേട്ടതാണ്, ഞാൻ കേട്ട കാര്യമാണ് ഘോഷ് ബാബു ഹർ റോസ് 15 മിനിറ്റ് ലേറ്റ് ആത്താ ഹെ. എന്താണ് ഞാൻ പറഞ്ഞ കേട്ട കാര്യം, എന്താണ് അയാൾ ഓഫീസറോട് പറയുന്നത് കേട്ടത്, ഘോഷ് ബാബു ഹർ റോസ് എല്ലാ ദിവസം എന്താണ് 15 മിനിറ്റ് ലേറ്റ് ആത്താ ഹെ, 15 മിനിറ്റ് ഏകദേശം എല്ലാ ദിവസം എന്താണ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഓർ കാം കർനെ കെ ബജായ സാരാ ദിൻ അഖ്ബാർ പഠ്താ രഹതാ. എന്താണ് പണിയൊന്നും എടുക്കാതെ എന്താണ് അഖ്ബാർ പഠ്താ ഹി രഹതാ ഹെ, പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന്. और हाँ लेकिन मेरा ख्याल है मुझे ये नहीं कहना चाहिए. വേണ്ടില്ലായിരുന്നു, ഞാൻ കൊണ്ടത് പറയേണ്ടില്ലായിരുന്നു എന്ന് പറയണേ.
अब नहीं नहीं रुक क्यों गए, अब बताने लगे तो बताने लगे हो तो छुपाते क्यों हो. അല്ല നിങ്ങളിപ്പോ ഇങ്ങനെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞോളൂ, അല്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോയത്, നിങ്ങൾ പറയാതിരുന്നത് എന്തിനാ നിങ്ങൾ അങ്ങനെ ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ്. ഭൈ തും ദോനോ മേ ഖ്വാമഖാ झगड़ा हो जाएगा और झगड़े को बिल्कुल पसंद नहीं करता. എന്നിട്ടെന്താ പറയുന്നത്, ഭൈ തും ദോനോ മേ ഖ്വാമഖാ എന്താണ് ഫ്രീ ആയിട്ട് വെറുതെ എന്തുണ്ടാകും നിങ്ങൾ തമ്മില് പ്രശ്നം ഉണ്ടാകും. പിന്നെന്താണ് മേ झगड़ा बिल्कुल पसंद नहीं करता, ഞാനാണെങ്കിലോ തമ്മിൽ തല്ലുന്നത് എനിക്ക് കാണാൻ ഒരു ഇഷ്ടമില്ല എന്ന് പറയാണ്, ഒരു താല്പര്യമില്ല എന്ന് പറയാണ്. നെഹി തുമേ ബതാന പടേഗ പറയണത് ഇല്ല നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്ന് പറയാണ്. बता तो देता हूँ लेकिन यार उसे यूं ही झगड़ा न मोल ले लेना. ബതാ തോ ദേത്താ ഹും അല്ല ഞാൻ കാര്യമൊക്കെ പറഞ്ഞു തരാം, പക്ഷെ എന്താണ് എന്നുള്ളത് പക്ഷെ എന്താണ് ഉസേ യൂം ഹി झगड़ा न मोल ले लेना, എന്താണ് അവരോട് പോയി കണ്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയാണ്. അച്ഛാ വോ ബാത്ത് ബതായിയ, അത് പോട്ടെ നിങ്ങൾ എന്താണ് കാര്യം പറയും. ഹാ വോ തോ ഹാ തോ വോ സാഹബ് സെ കഹ രഹാ താ, നമ്മുടെ സാഹിബിനോട് പറയായിരുന്നത് कि आइंदा जब घोष बाबू लेट आया तो आपको खबर कर दूंगा, ഇനി ഇങ്ങനെ ഘോഷ് ബാബു ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ട് എന്ന് പറയാണ്. ഞാൻ അന്നേരം വിവരം പറഞ്ഞു കൊടുക്കാമെന്ന് വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഖബർ കർ ദൂംഗ. ഭട്ടാചാര്യ ബുസ് മേ ചിങ്കാരി ഡാൽക്കർ രഖ്കർ റുഖ്സത്ത് ഹോ ജാതാ ഹൈ. ഭട്ടാചാര്യ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ഇതും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, അയാളും എല്ലാം അങ്ങോട്ട് എസ്കേപ്പ് ആയി. അങ്ങനെ ഘോഷ് ബാബു ദിൽ ഹി ദിൽ മേ പീച്ച് വതാബ് ഖാനെ ലഗ്താ ഹൈ. അപ്പോ അതിനുശേഷം പിന്നെ നമ്മുടെ ഘോഷ് ബാബുവിന്റെ മനസ്സിൽ എപ്പോഴും എന്താണ് ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ഫീലിംഗ് ആണ് ഉള്ളത് എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് സംശയ ദൃഷ്ടിയോട് കൂടിയാണ് ഇപ്പൊ നമ്മൾ ഇദ്ദേഹം ഗുപ്ത ബാബുവിനെ കാണാൻ തുടങ്ങുന്നത്. ഗുപ്ത ബാബു തോ ദോസ്ത് കെ പർദേ മേ ദുഷ്മൻ നിക്കല, എന്താണ് ചിന്തിക്കുന്നത്, ഗുപ്ത ബാബു നമ്മളെന്താണ് വലിയ അടുത്ത സുഹൃത്തായി നിന്നുകൊണ്ട് ഇപ്പോ എന്ത് ചെയ്യാണ്, ശത്രുക്കളെ പോലെയാണ്, ശത്രുവാണ്. ദോസ്ത് കെ പർദേ മേ ദുഷ്മൻ നിക്കല എന്ന് വെച്ചാൽ നമ്മൾ പറയാണ് തോളിൽ എന്തുകൊണ്ട് ചെവി അടിക്കാൻ അറിയില്ലേ, ആ രൂപത്തിലായി മാറിയിട്ടുണ്ട് എന്ന് പറയാണ് ഇയാളുടെ ഫീലിംഗ് വരികയാണ് ഇതുപോലെ. അങ്ങനെ अब शाम के अमाल से एक दिन घोष बाबू दफ्तर के लिए लेट हो जाता है. ഒരു ദിവസം എന്ത് ചെയ്യാണ്, അയാൾ എന്തോ തിരക്കിൽ പെട്ടുകൊണ്ട് एक दिन घोष बाबू दफ्तर के लिए लेट हो जाता है. എന്താ വെച്ചാല് ഒരു ദിവസം അയാൾ എന്ത് ചെയ്യാണ്, ഓഫീസിലെത്താൻ വൈകിയാണ്. ഷായദ് ഉസേ ബസ് നെഹി മിലി, ഒരു പക്ഷെ എന്തായിരിക്കാം ബസ് കിട്ടാതെ പോയതായിരിക്കാം. ഉസ്കി സൈക്കിൾ പങ്ക്ചർ ഹോഗി, അല്ലെങ്കിൽ അയാൾ വരുന്ന സൈക്കിൾ എന്താ പഞ്ചർ ആയതായിരിക്കാം. ഇധർ സാഹബ് കോ കിസി ഫയൽ കി ജോ ഘോഷ് ബാബു കെ കബ്സെ മേ ഹെ, ഘോഷ് ബാബുവിന്റെ അടുത്തുള്ള ഏതോ ഒരു ഫയല് ആ സാഹബിനെ അയാളുടെ ഓഫീസർക്ക് കിട്ടേണ്ടിയിരുന്നു. ഇത് ജരൂറത്ത് പഠിച്ച് ജാത്തി ഹെ, അതിന്റെ ആവശ്യം വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് ഘോഷ് ബാബു കോ അപ്പനെ കമരെ മേ न पाकर साहब चपरासी से कहता है, അങ്ങനെ ഘോഷ് ബാബുവിനെ അവിടെ ഓഫീസിൽ കാണാത്തത് കൊണ്ട്, റൂമിൽ കാണാത്തത് കൊണ്ട് അയാൾ അയാളുടെ ചപരാസിയോട് ക്ലാർക്കിനോട് പറയണത്, जब वो आए उसे साहब के कमरे में हाजिर होने के लिए कहा जाए. എന്താണ് എപ്പോഴാണോ അദ്ദേഹം വരുന്നത് അപ്പൊ എന്ത് ചെയ്യാണ്, അപ്പൊ എന്റെ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ സാഹബ് പോവാണ്. അപ്പൊ അങ്ങനെ ഘോഷ് ബാബു ജബ് ആതാ ഹെ തോ സാഹബ് സഖ്ത് സുസ്ത് കഹത്തെ ഹെ. അപ്പൊ എന്ത് ചെയ്യാണ്, ഘോഷ് ബാബു ജബ് ആതാ ഹെ, അങ്ങനെ ഘോഷ് ബാബു അങ്ങോട്ട് വരുന്ന സമയത്ത് സാഹബ് ഉസേ സാഹബ് അങ്ങനെ അപ്പൊ അവൻ എന്ത് ചെയ്യാണ്, നമ്മളെ സാഹിബ് മീൻസ് ഓഫീസർ പറയുന്നത് സഖ്ത് സുസ്ത് കഹത്തെ ഹെ, വളരെ മടിയൻ അലസൻ എന്നൊക്കെ പറയാണ്. അപ്പോ वो फौरन समझ लेता है कि मामला क्या है. അപ്പോഴേക്ക് അയാൾക്ക് കത്തി, ഇത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഭട്ടാചാര്യ പറഞ്ഞു കൊടുത്ത വിഷയങ്ങളൊക്കെ അയാളുടെ മനസ്സിലേക്ക് വന്നു. वो फौरन समझ लेता है मामला क्या है, എന്താണ് വിഷയം. साहब के दफ्तर से निकलकर वो सीधा गुप्ता के कमरे में पहुंचता है. അയാൾ നേരെ ഓഫീസറുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താണ്, ഓഫീസിൽ പുറത്തിറങ്ങിയിട്ട് वो सीधा गुप्ता के कमरे में पहुंचता है, അയാൾ ഗുപ്തയുടെ റൂമിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഗുപ്തയെ കണ്ടപ്പോ आओ भाई घोष बाबू, ഗുപ്ത മുസ്കുരാക്കർ कहता है. അപ്പൊ എന്താണ് ഈ ഗുപ്ത എന്ത് ചെയ്യാണ്, ഘോഷ് ബാബുവിനെ കണ്ടിട്ട് പറയുന്നത് आओ भाई आ जाओ घोष बाबू എന്നാണ് ഗുപ്ത. ഇയാളെ ഗുപ്ത എന്ത് ചെയ്യാണ്, മുസ്കുരാക്കർ कहता है, മുസ്കുരാക്കർ അയാൾ എന്തിന് പുഞ്ചിരിച്ചുകൊണ്ട് कहता है.
അപ്പോ ഇയാള് നേരെ തിരിച്ച് പറയണത് രഹനേതോ ഈ ബനാവട്ടി മുസ്കുരാട്ടെ അവിടെ വെച്ചാ മതി. അവിടെ വെച്ചാ മതി. എന്താണ് ഈ ബനാവട്ടി മുസ്കുരാട്ടെ ഉണ്ടാക്കി ചിരി ഉണ്ടല്ലോ അവിടെ വെച്ചാ മതി. എന്താണ് ഈ നാടകമൊക്കെ അവിടെ വെച്ചാൽ മതി എന്ന് പറയുന്നത്. മുझे आज पता चला कि तुम हमारे आस्तीन हो. നീ എന്താണ് എന്റെ തോളിലിരുന്നുകൊണ്ട് ചെവി കടിക്കുന്ന ആളാണ് എന്ന്, അല്ലെന്റെ എന്താണ് കൂടെ നിന്നുകൊണ്ട് എന്താണ് സുഹൃത്തായിക്കൊണ്ട് ശത്രുവാകുന്ന, എന്താണ് സുഹൃത്തായി അഭിനയിച്ച് ശത്രുത കാണിക്കുന്ന ആളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന്. रहने दो ये बनावटी मुस्कुराहटे आज पता चला कि तुम्हारे आस्तीन हो. അപ്പൊ ഈ ഒരു ചോദ്യം വന്നേക്കാം, ये कौन किससे कब कहा എന്നുള്ളത്. ഇനി അടുത്ത് ബാത് ക്യാ ഹെ ഇത്നെ നാറാസ് ക്യോ ഹോ രഹേ ഹോ. അപ്പൊ ഇദ്ദേഹം ചോദിക്കാണ് ബാത് ക്യാ ഹെ, അല്ല എന്താ വിഷയം, ഇത്നെ നാറാസ് ക്യോ ഹോ രഹേ ഹോ, എന്തിനാണ് ഇത്രയും എന്താണ് നിങ്ങൾ ഈ ഒരു വിഷമുണ്ടാക്കിയ കാര്യം എന്താണെന്ന് ചോദിക്കാൻ. നാറാസ് നഹോ ഓർ ക്യാ കരോ, വിഷമില്ലാതിരിക്കെ പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്. ഈ അച്ചി ഷറാഫത്ത് ഹെ കി ദോസ്ത് ഹോക്കർ പേട്ട് മേ ചുര ഖോംതെ ഹോ. എന്താ പറയുന്നത്, ഈ അച്ചി ഷറാഫത്ത്, തന്റെ മാന്യതക്കാരല്ലേ എന്ത്, ദോസ്ത് ഹോക്കർ പീട്ട് മേ ചുര ഖോംതെ ഹോ, സുഹൃത്തായി അഭിനയിച്ചിട്ട് എന്ത് ചെയ്യാണ് പിന്നിന്ന് കടാര കാറ്റുക എന്നുള്ളത്. അപ്പോ അരേ ഭൈ കിസ്നെ ചുര ഖോംബ ഹെ, ആരാണ് ഇങ്ങോട്ട് അങ്ങനെ ചെയ്തത് എന്ന്. ചുര മീൻസ് കടാര എന്നർത്ഥത്തിലാണ്. നോക്കാം. മുझे सब मालूम है शर्म आनी चाहिए तुम्हें, എനിക്കറിയാം എല്ലാ കാര്യം, കുറച്ചെങ്കിലും നാണുമാനും വേണ്ടിയിരുന്നു എന്ന് പറയുന്നത്. ചുനാഞ്ചെ ദോനോ മേ വോ തൂ മേ ഹോത്തി ഹെ, അങ്ങനെ തൂ മേ ഹോന എന്ന് പറഞ്ഞാൽ ജഗഡ ഹോ ജാന എന്നർത്ഥം. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ കലഹങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. ദഫ്തർ കെ തമാം ക്ലാർക്ക് ഇക്കട്ടെ ഹോ ജാത്തെ ഹെ, അങ്ങനെ ദഫ്തറിലെ ഓഫീസിലെ എല്ലാ ക്ലാർക്കുമാരും ഒരുമിച്ച് കൂടുന്നു. ആഖിർ कुछ लोग बीच बचाव करके अपने मामला रफा दफा कर देते हैं. അങ്ങനെ കുറച്ച് ആളുകൾ, ഓഫീസിലെ ആൾക്കാർ എന്താണ് ഇവര് തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. जब सब क्लर्क अपने अपने कमरों में चले जाते हैं तो भट्टाचार्य को ये कहते हुए सुना जाता है, क्या जमाना आ गया है साहब, दोस्त ही दोस्त के दर पे आजार हो गया, अब किस पर एतबार किया जाए. അപ്പൊ അന്നേരം ഇവരൊക്കെ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ആളുണ്ടല്ലോ ഭട്ടാചാര്യ, അയാള് എല്ലാ ക്ലാർക്കുമാരും അവരവരുടെ റൂമിലേക്ക് തിരിച്ചു പോയ സമയത്ത് ഭട്ടാചാര്യ പറയണത് ഭട്ടാചാര്യ ഈ കഥ സുനായി ജാത്തെ, അയാൾ ഇങ്ങനെ പറയണം, ഭട്ടാചാര്യ പറയണത് ക്യാ സമാന ആകെ കാലം പൊക്കുവാരത്തിലായി പോയല്ലോ, ദോസ്ത് ഹി ദോസ്ത് കെ ദർപെ ആസാർ ഹോ ഗയ, സുഹൃത്തിന്റെ എന്താണ് സുഹൃത്തുക്കൾക്ക് എതിരായി മാറി. അബ് കിസ് പർ എത്തിബാർ കിയാ ജായേ, ഇനി നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക, ഇത്രയും അടുത്ത സുഹൃത്തുക്കൾ തമ്മിലാണ് ഇപ്പൊ ഈ ഒരു കലഹം. അപ്പൊ ഇനിയിപ്പോ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്ന് പറയണം. അപ്പൊ ഈ നാരദ് മുനിക കാരണമാണ്, ഇതായിരുന്നു നമ്മുടെ നാരദ് മുനിയുടെ റോള്. അബ് സറ ബി ജമാലുക്കി കാരസ്ഥാനിക മുലാഹിസ ഫർമായി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബി ജമാലുവിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് കൊണ്ടുവന്ന ഒരു ചെറുതായിട്ടുള്ള ഒരു അവലോകനം നമുക്ക് നടത്താം. അതൊന്ന് നോക്കാം. बी जमालू कथा सुनकर मंदिर से चली आ रही है कि रास्ते में उसकी मुलाकात मारुति से होती है. അങ്ങനെ ബി ജമാൽ ഒരു ദിവസം അവളെന്ത് ചെയ്യാണ്, കഥ സുൻകർ, അപ്പോ ഈ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന കഥ, അപ്പോ ആ കഥ ഒക്കെ കേട്ടിട്ട് എന്ത് ചെയ്യാണ്, മന്ദിർ സേ ചലി ആ രഹി ഹെ, അങ്ങനെ അവള് ആ ക്ഷേത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവള് വരികയാണ്. തിരിച്ച് പോരുന്ന സമയത്ത് ആരെ കാണാണ്, രാസ്തേമേ ഉസ്കി മുലാഖാത്ത്, അവിടെ ആരെ കണ്ടുമുട്ടാണ്, മാലതീസെ ഹോത്തി ഹെ, മാലതിയെ കണ്ടുമുട്ടാണ്. മാലതിക്ക് ഷാദി ഹുയെ 7-8 മഹീനെ ഹുയെ, മാലതിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ എത്ര ആയിട്ടുള്ളൂ, 7-8 മഹീനെ, 8 മാസേ ആയിട്ടുള്ളൂ. ബി ജമാലു മാലതി പർ ഏക് അചട്തി ഹുയി നസർ ഡാൽത്തെ ഹുയെ കഹത്തി ഹെ, ഒന്നൊരു നോട്ടം നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, പറയാണ്, കിത്നി കംസോർ ഹോ ഗയി ഹോ തും മാലതി, पहचानी भी नहीं जाती, ओ कितनी कमजोर हो गई हो तुम, എത്ര കംസോർ ഹോന, അത്രയും നീയൊക്കെ ആകെ അങ്ങോട്ട് ഒന്നും അല്ലാതായി പോയിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാല് നിന്റെ ശക്തി അത്രയും നീ കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ, നീ ഇത്രയും ബലഹീനയായി പോയിട്ടുണ്ടല്ലോ, ദുർബലയായി പോയിട്ടുണ്ടല്ലോ മാലതി. പഹ്ചാനി ബി നഹി ജാതി, കണ്ട ആളെ തിരിച്ചറിയാൻ പറ്റാതായിരുന്നു. നഹി തോ
മാരുതി ഹൈറാൻ ഹോത്തെ ഹുയെ ജവാബ് ദേത്തി ഹെ. മാരുതി ഇതിന് ആകെ ആശ്ചര്യത്തോട് ഇല്ല അങ്ങനെയൊന്നുമില്ലല്ലോ എന്ന് പറയണേ. അരി നഹി സച്ച് കഹ രഹി ഹും, तुम्हारा रंग रूप ही जैसे उड़ गया है, मालूम होता है बहुत काम करना पड़ता है. ഓ അരി നഹി, അങ്ങനെയൊന്നുമില്ല എന്ന്. സച്ച് കരീം, ഞാൻ അരി അങ്ങനെയൊന്നുമല്ല. എന്താണ് സച്ച് കരീം, ഞാൻ സത്യം പറയാണ്. ബീച്ചുമാർ പറയണ ഞാൻ സത്യം പറയണ എന്താണ്, തുമാര രംഗ് രൂപ ഹി ജൈസെ ഉഡ് ഗയാ ഹെ, എന്റെ കോലും ചേരും കോലും ഒക്കെ എന്ത് ചെയ്യണം, ആകെ മങ്ങിയ പോലെ അല്ലെങ്കിൽ ഇല്ലാതായി പോയ ആയിണ്ടല്ലോ, കോലം കിട്ടുന്നുണ്ടല്ലോ ആദ്യം. മാലൂം ഹോതാ ഹെ കെ ബഹുത് കാം കർനാ പഡ്താ ഹെ, കണ്ട് തോന്നുന്നത് എന്താ, എനിക്ക് കുറെ കൂടുതൽ പണി കൂടുതലാണെന്നാണ് തോന്നുന്നില്ലേ. അവള് പറയണത്, മാരുതി പറഞ്ഞത്, കാം തോ കാഫി കർത്തി, പണിയൊക്കെ എന്തായാലും ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും വലിയ കുറവൊന്നുമില്ല എന്ന് പറയണം. യഹി ബാത് ഹെ മേ ബി കഹൂ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഹോ ക്യാ ഗയാ തുമേ, നിനക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഞാനും ചോദിക്കുന്നത്. മാലൂം ഹോത്താ ഹെ ജട്ടാനി ബി ഹോബ് കാം കർവാത്തി ഹെ, എനിക്ക് തോന്നുന്നത് എന്താണ്, മൂത്തച്ചിയും അഥവാ എന്താണ് മുത്തച്ഛി എന്ത് ചെയ്യാണ്, എന്നോട് നല്ലോണം പണിയെടുപ്പിക്കാറുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞാല് ഇവളുടെ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠന്റെ വൈഫ്. അവരെന്ത് ചെയ്യാണ്, എന്നോട് നല്ലോണം പണിയെടുപ്പിക്കണ്ടേ എന്നാണ് തോന്നുന്നത് എന്ന്. ബഡി ജോ ഹുയി, അവരെന്തായാലും കുറച്ച് നമ്മളെക്കാളും സീനിയർ അല്ലേ, മൂത്തതല്ലേ എന്ന് പറയണം. അപ്പൊ ഇവള് ബഡേ ഹോനെ കാ മത്ലബ് യേ തോ നഹി കെ खुद तो सारा दिन सिर सपाटे करे और तुम दासियों की तरह काम करो, तुम घर में क्या आई, उसकी पेंशन तो लगी. ഇവള് പറയണത് അടുത്ത് കൂട്ടി കൊടുക്കണത്, ബഡേ ഹോനെ കാ മത്ലബ് യേ തോ നഹി, വലിയ ആളായി എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് വയസ്സ് കൂടി എന്ന് വെച്ചാൽ സീനിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് അതിന്റെ അർത്ഥമല്ല. എന്ത് खुद तो सारा दिन सिर सपाटे करे, ദിവസം മുഴുവൻ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, ചുറ്റിയടിച്ച് നടക്കുക. പുറത്തും ദാസിയൊക്കെ തരാം, നീ ഒരു ദാസികളെ പോലെ എന്താണ് കാം കരോ, നീ എന്താണ് മുഴുവൻ പണിയെടുക്കുക എന്നാണോ അതിനർത്ഥം. തും ഘർ മെ ക്യാ ആയി, ഉസ്കി തോ പെൻഷൻ ലഖി, നീ വീട്ടിൽ വന്നോടുകൂടി അവൾക്ക് എന്താണ് പെൻഷൻ പറ്റിയോ എന്ന് വെച്ചാല് കൂട്ടിക്കൊടുക്കാൻ. നഹി കാം കാജ് തോ വോ ഭി ഹാത്ത് ബട്ടാത്തി ഹെ, പറയുന്നത് അവളും ചെയ്യാറുണ്ട്, പണിയൊക്കെ അവരും എടുക്കാറുണ്ട് എന്ന് പറയുന്നത്. तो वो क्या हुआ, जो जरा देर सब्जी छील दे या फल काट दिए, या काम थोड़ा ही है, ये काम थोड़ा ही है. हम പറയണേ वो क्या हुआ, അതിപ്പോ എന്താ, जो जरा देर सब्जी छील दे, കുറച്ചു നേരം പച്ചക്കറിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തോലൊക്കെ കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, या फल काट दिए, പഴങ്ങളൊക്കെ ഒന്ന് മുറിച്ചെന്ന് വിചാരിച്ച്, ये काम थोड़ा ही है, ഇതൊക്കെ ചെറിയ ചെറിയ പണികളല്ലേ. फिर भी बड़ी बहू जो ठहरी, പക്ഷെ എന്നാലും അവളെന്റെ എന്താണ് മുത്തച്ഛിയല്ലേ എന്ന് പറയാണ്. बड़ी बहू हुआ करे, लेकिन उसे आधा जरूर करना चाहिए, तुम्हारे सीधेपन का नाजायज फायदा उठा रही है. അപ്പൊ പറയണത്, ഇവള് പറഞ്ഞു കൊടുക്കണം, നാരദയോട് പറയണത്, ബഡി ബഹു ഹുവാ കരോ, വലിയവളായാൽ മതിയല്ലോ, വലിയ എന്താണ് മരോളായാൽ മതിയല്ലോ. ലേക്കിൻ ഉസെ ആധാ ജരൂർ കർണ ചാഹിയെ, എന്തായാലും പകുതി പണി അവൾ എടുക്കേണ്ടതല്ലേ. തുമാരെ സീതേപ്പൻ കാ നാജായിസ് ഫായദ ഉഠാ രഹി ഹെ, അവളെന്താണ് നിന്റെ ഈ നിഷ്കളങ്കത അവളെന്ത് ചെയ്യണം, ചൂഷണം ചെയ്യാണ് എന്ന് പറയാം. നഹി ഏ ബാത് നഹി, അങ്ങനെയൊന്നുമില്ല. അപ്പൊ അടുത്ത് എന്ത് ചെയ്യാ, ഈ ഒരു ബീജമാൻ മനസ്സിലാക്കി കൊടുക്കണം. തും ഏകദം മൂർഖ് ഹോ മാനതി, ഈ ഒരു പൊട്ടത്തി തന്നെയാണ്. അപ്പന നഫ നുക്സാ നഹി സമസ്തി, നിനക്ക് എന്താണ് നിന്റെ നഷ്ടം ലാഭം എന്താണ് ചെയ്തൊന്ന് എനിക്ക് ആലോചിക്കാനുള്ള കഴിവില്ല, നിനക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. മേരെ തോ സുനാ ഹെ കി ദുകാൻ കാ സാരാ കാം ഭി തുമ്ഹാരെ ഘർ വാലാ ഹി കർത്താ ഹെ, जेठ तुम्हारा तो मौज करता है, मौज, कभी ताश खेल रहा है, कभी शतरंज, कभी सिनेमा देख रहा है. എന്നിട്ട് പറയണത്, നേരെ തോ സുനാ ഹെ, ഞാൻ കേട്ടതനുസരിച്ച് എന്താണ്, ദുകാൻ കാ സാരാ കാം ഭി തുമ്ഹാര ഘർ വാലാ കർത്താ ഹെ, എന്താണ് കടയിലെല്ലാ കാര്യവും ചെയ്യുന്നത് നിങ്ങളുടെ എന്താണ് ഹസ്ബൻഡ് ആണ് എന്നാണ് ഞാൻ കേട്ടത്. ജേഠ് തുമ്ഹാര തോ മൗജ് കർത്താ ഹെ, നിങ്ങളുടെ മൂത്തച്ഛൻ എന്താണ് എപ്പോഴും മൗജ് മസ്തി അങ്ങനെ മസ്തി കർ രഹാ ഹെ,
और എന്താണ് കബി താഷ് ഖേൽതാ ഹൈ, ചിലപ്പോൾ ഷീറ്റ് കളിക്കുന്നു, കബി ഷത്രഞ്ച്, ചിലപ്പോൾ ചെസ് കളിക്കാന്, കബി സിനിമ ദേഖ് രഹാ ഹൈ, ചിലപ്പോൾ സിനിമ കാണാണ്. എന്ന് വെച്ചാൽ എന്റെ മൂത്തച്ഛൻ എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ല, അവിടെ ഫുള്ള് നോക്കുന്നത് എന്റെ ഹസ്ബൻഡാണ്, അവരെന്ത് ചെയ്യാണ് ഇവിടെ വീട് നോക്കുന്ന ഇയാണ് എന്ന്. ഖറോമേ ഐസാഹി ഹോത്താ ഹെ മാസി, അല്ല വീടുകളിലൊക്കെ ഇങ്ങനെ. അപ്പോ ഇവിടെ പറയുന്നത് വീടുകളൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് പറയാണ്. എന്നിട്ട് ബീജമാരുവിനോട് മാരുതി പറയണത്. അപ്പോ ബീജമാര് പറയണത് ലേക്കിൻ ഐസാ നഹി ഹോനാ ചാഹിയെ, പക്ഷെ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ആഖിർ ബരാബർ കാ ഹിസ്സദാർ ഹെ, പക്ഷെ രണ്ടുപേർക്കും തുല്യത ഉണ്ടല്ലോ, രണ്ടുപേരും എന്താണ് തുല്യമായിട്ട് ജോലി ചെയ്യണം എന്ന് പറയണേ, രണ്ടുപേരും ഒരുപോലെ തന്നെ അല്ലേ എന്ന് പറയണേ. വോ കാം ക്യൂ എന്നെ കരേ, ഇതിന് അവര് ജോലി എടുക്കാതിരിക്കണം. ദേഖോ മേരി മാനത്തോ, നീ എന്നെ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് കേൾക്കണമെങ്കിൽ ഈ കേട്ടോ, വേണമെങ്കിൽ മതി, എനിക്ക് വേണമെങ്കിൽ മതി എന്ന് പറയണേ. അബീസ് അലക് ഹോ ജാവോ നഹീതോ പശ്ചാവോഗി, ഇപ്പൊ എന്താണ് നല്ലത്, വേറെ വീട് വെക്കാൻ നോക്കി, അതാണ് ഏറ്റവും നല്ലത്. വേറെ പോകാൻ നോക്കി, ഇല്ലെങ്കിലോ നിങ്ങൾക്ക് പശ്ചാവോഗി, പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് പറയുന്നു. തുമാര ജേഠ് ഓർ തുമാരി ജട്ടാനി ദോനോ ബടെ ചാലാഖ്, നിങ്ങളുടെ മൂത്തച്ഛണ്ടല്ലോ അവരും മൂത്തച്ഛനും ഒക്കെ എന്താണ് ബടെ ചാലാഖ്, ഭയങ്കര സൂത്രശാലികളാണ്. തും ദോനോ ഹോ ഭൂലെ ഭാലെ, നിങ്ങൾ രണ്ടുപേരാണെങ്കിലോ വളരെ നിഷ്കളങ്കരും. ഷറാഫത്ത് മേ മാരേ ജാവോഗെ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും, ഇങ്ങനെ ഇത്രയും വലിയ മാന്യന്മാരാണെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങളുടെ മരിച്ചു പോകും, നിങ്ങളെ മാന്യത കൊണ്ട് നിങ്ങൾ മരിച്ചു എന്ന് പറയണം. ദേഖോ അപ്പന സംസ്കർ കഹരിഹിയും, അവിടെ നോക്ക് ഞാൻ പറയണത് അപ്പന സംസ്കർ കഹരിഹിയും, ഞാൻ ഇട്ടത് വിചാരിച്ചിട്ട് സ്വന്തം കാര്യം വിചാരിച്ചിട്ട് കൊണ്ട് പറയണതൊക്കെ പറഞ്ഞ മേരി ആദത് നഹിക്ക് ദൂസരേക്ക് പട്ടയമേ ടാങ് ഉണ്ടാവും. അച്ഛാ രാം രാം എന്നിട്ട് പറയണത് എനിക്ക് സ്വഭാവമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യാണ് നല്ല നേഴ്സിനും കൂടെ പറഞ്ഞത് മാത്രം, അല്ലാതെ എനിക്ക് എന്താണ് ബാക്കിയുള്ള ആളുകൾക്കിടയിൽ അവരുടെ കാര്യങ്ങളിൽ തലയിടുക എന്നുള്ളത് എനിക്ക് അങ്ങനത്തെ യാതൊരു ശീലമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാ ഞാൻ പോട്ടെ അച്ഛാ രാം രാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഇവിടെ പിരിഞ്ഞു പോവാണ്. ബീജമാലു ഫൂട്ട് കാ ബോജ് ബീജമാലു ഫൂട്ട് കാ ബീജ് പോനെ കെ ബാദ് ചലി ജാതി ഹെ, അങ്ങനെ ബീജന്മാർ അവിടെ എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തുടങ്ങി വെച്ചിട്ട് അവിടുന്ന് അവള് പുറത്തു പോവാണ്. കുച്ച് അർസയ്ക്ക് ബാദ് ഫൂട്ട് രംഗിലാത്തി, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആളി കത്താൻ തുടങ്ങുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, രംഗിലാത്തി എന്ന് വെച്ചാൽ അതായത് ശരിക്കുള്ള രൂപത്തിലേക്ക് കത്താൻ തുടങ്ങുന്ന പറഞ്ഞാല് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു എന്നർത്ഥം. കെ ദേവറാണി ഓർ ജട്ടാനി മേ ജൂതിയോ മേ ദാൽ ബട്ട്നെ ലഗ്തി ഹെ, അങ്ങനെ എന്ത് ചെയ്തു ഇളച്ചി മൂത്തച്ഛൻ തമ്മിൽ എന്ത് ചെയ്തു ജൂതിയുമേ ദാൽ ബട്ട്നെ ലഗ്തി എന്ന് പറഞ്ഞാൽ ആകെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നു എന്നർത്ഥം. अब जरा देखिए नारद मुनि हाविद और बीवी को आपस में किस तरह लड़ाते हैं. ഇനി നമുക്ക് നോക്കാം നാരദ് മുനി എങ്ങനെയാണ് ഒരു ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്നത് എന്ന്. ആരാണ് ഭർത്താവ്? രാജേഷ്. ഭാര്യയാണ് ആര്? നീലിമ. അപ്പോ ഏക് ദൂസരേക്ക് ബഹുത് ചാഹത്തെ ഹെ, വളരെ അടുത്ത എന്താണ് നല്ല ബന്ധത്തിലുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ലേക്കിൻ നാരദ് മുനിക്കോ ഈ ബാത്ത്, പക്ഷെ ഈ കാര്യം ആർക്കും ഇഷ്ടമല്ല, നാരദ് മുനിക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. एक दिन राजेश की गैर हाजिरी में नारद मुनि एक छोटे से लड़के के हाथ राजेश के नाम एक खत നീലിമ को भिजवाती है. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്യാണ്, ഇങ്ങനെ രാജേഷ് ഇല്ലാത്ത സമയം നോക്കിയിട്ട് നാരദ് മുനി ഒരു ചെറിയൊരു കുട്ടിയുടെ അടുത്ത് എന്ത് ചെയ്യാണ്, രാജേഷിന്റെ പേരിൽ ഒരു കത്ത് എഴുതിയിട്ട് നീലിമക്ക് കൊടുത്തു വിട്ടാണ്. ലഡ്ക ഖത്ത് നീലിമക്കോ ദേത്താ ഹെ, അങ്ങനെ ഈ എന്ത് ചെയ്യാണ്, ഈ പെൺകുട്ടി ഈ ആൺകുട്ടി എന്ത് ചെയ്യാണ്, ഈ കത്ത് നീലിമക്ക് കൊടുക്കാണ്. വോ ഉസെ പൂച്ച്തി ഹെ, അവള് അന്നേരം ചോദിക്കുകയാണ് അയാളോട്, തുമേ കിസ്നെ ഭേജാ ഹെ, അല്ല നിനക്ക് ആരാണ് ഈ കത്ത് തന്നത് എന്ന്. ഓ മറുപടി പറയണത് ജി കുജലാദേവിനെ, കുജലാദേവി തന്നതാണെന്ന് പറയാണ്. വോ കോൻ ഹെ, കുജലാദേവി ആരാണ്? അവൻ പറയണത് ജി വോ വഹി ഖൂബ്സൂറത്ത്, ഒരു ഖൂബ്സൂറത്ത് ലഡ്കി ഹെ, സുന്ദരി ആ കുട്ടി ഉണ്ടല്ലോ അവളാണ്. ജോ MA പഠിത്തി, MA ചെയ്യുന്ന അവളാണ് എന്ന് പറയണം. തും കോൻ ഹോ, അല്ല നീ ആരാണ്? ജി മേ ഉസ്കാ നൗകർ, ഞാൻ അയാളുടെ സെർവന്റ് ആണ്, അവളുടെ സെർവന്റ് ആണെന്ന് പറയണേ. ഉസ്നെ തുമേ ക്യാ യേ ഖത്ത് രാജേഷ് ബാബു കോ ദേനെ കെ ലിയേ കഹാ, അല്ല അവളെന്താ എനിക്ക് ഈ കത്ത് രാജേഷ് ബാബുവിന് കൊടുക്കാൻ വേണ്ടി തന്നതാണോ എന്ന്. ജി ഹാ
और उसके साथ ही ये कहा था कि किसी और के हाथ मत देना. അതെ അതെ അദ്ദേഹത്തിന് ഇയാളുടെ അവള് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നത് വേറെ ആരുടെയും കയ്യിൽ കൊടുക്കരുത് കേട്ടോ എന്ന്. ക്യൂ അപ്പോഴേക്കുള്ള സംശയം മനസ്സിൽ വന്നു. ക്യൂ എന്താ അങ്ങനെ? ജി മുझे मालूम क्या है, मुझे क्या मालूम, എനിക്ക് എന്താ അറിയാം. ഈ ഹത്ത് മുझे क्यों दे रहे हो, അല്ല നീ എന്തിനാ എന്റെ കത്ത് എന്റെ കയ്യിൽ ഈ കത്ത് തന്നത്? ആ आपको न दो तो मुझे दोबारा आना पड़ेगा, ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പിന്നെ എനിക്ക് വരണ്ടേ. आप उन्हें दे दीजिएगा, നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോ लड़के के चले जाने के बाद नीलिमा सोचती है कि वो खत पढ़े या न पढ़े. അല്ല ഈ ചെക്കൻ അങ്ങോട്ട് പോയതിനു ശേഷം, ഈ കുട്ടി അങ്ങോട്ട് പോയതിനു ശേഷം നീലിമ ആലോചിക്കണം, कि मैं वो खत पढ़ूं या नहीं पढ़ूं, ഞാൻ ആ കത്ത് വായിക്കണോ വേണ്ടേ എന്ന് ഞാൻ ചിന്തിക്കാൻ. काफी सोच विचार के बाद वो फैसला करती है कि उसे खत पढ़ लेना चाहिए. കുറച്ച് ആലോചിച്ചതിനു ശേഷം അവൾക്ക് മനസ്സിലായി, അവൾക്ക് തോന്നുന്നുണ്ട് അല്ല ഈ കത്ത് വായിക്കണം എന്ന്. खत को पढ़ने के बाद उसके तन बदन में आग लग जाती है. ഇങ്ങനെ ഈ കത്തൊക്കെ വായിച്ചതിനു ശേഷം അവളുടെ തൻ ബദൻ എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് എന്താണ് ആകെ കൂടി എന്താണ് ഒരു ആഗ് ലഗ് ജാതി है. ഈ കത്ത് എന്ന് വെച്ചാൽ ആകെ കൂടി എന്താണ് അവൾ ടെൻഷനിലാകുന്നു. क्योंकि वो एक निहायत जज्बाती किस्म का मोहब्बतनामा है. അപ്പൊ അതിലെന്താണ് ഇതൊരു വൈകാരികമായ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ഒരു മുഹബത്ത് നാമ, ഒരു പ്രണയം എന്ന് വെച്ചാൽ ആരോഗ്യ കത്താണ്, ഇത് ലവ് ലെറ്റർ ആണ് എന്ന്. शाम को जब राजेश बाबू घर लौटते हैं तो देखते हैं कि श्रीमती जी अंगारों पर लूट रही है. എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ അങ്ങനെ വൈകുന്നേരം രാജേഷ് ബാബു എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ കാണുന്ന എന്താണ്, ശ്രീമതി ജി എന്ന് വെച്ചാൽ അവളുടെ ഈ ഒരു ഭാര്യ അവിടെ എന്ത് ചെയ്യാണ്, അങ്കാറോ पर लूट रही എന്ന് വെച്ചാല് ആകെന്താണ് ഈ ഒരു പുകഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത് അറിയാം. അങ്കാറ എന്ന് പറഞ്ഞാൽ തീ കണ്ണലെന്നർത്ഥം. वो पूछते हैं बात क्या है, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാണ്. അപ്പൊ ലേക്കിൻ റൂട്ടി റാണി ജവാബ് नहीं देती. അപ്പൊ എന്താണ് ഈ പിണങ്ങി നിൽക്കുക, റൂട്ടിനെ പിണങ്ങുക. പിന്നെ ഈ റാണി എന്ത് ചെയ്യണം, അവള് മറുപടി ഒന്നും കൊടുക്കുന്നില്ല, ഭാര്യ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ആഖിർ ജബ് ഹദ് സെ ജ്യാദ ഇസ്റാർ करते हैं. അപ്പൊ അങ്ങനെ പരിധിക്കപ്പുറം എന്ത് ചെയ്യാണ്, നിർബന്ധിച്ചപ്പോ तो गुन्नागर कुजला देवी का मोहब्बतनामा उसके सामने पटक देती है. അപ്പൊ അങ്ങനെ ഇവിടെ എന്തിനാ ആദ്യം വേണ്ടി ദേഷ്യം പിടിച്ചിട്ട് പുകഞ്ഞിട്ട് കൊടുത്തിട്ട് എന്തിനാ गुजरा देविയുടെ ആ മുഹബത്ത് നാമ എടുത്തിട്ട് ഇയാളുടെ മുമ്പിൽ കണ്ട് എറിഞ്ഞു കൊടുക്കും, പട്ടക് ദേവി. खत पढ़ने के बाद राजेश बाबू बड़ी संजीदगी से कहते हैं. ഈ കത്തൊക്കെ ഒന്ന് വായിച്ചിട്ട് രാജേഷ് ബാബു എന്നാണ് വളരെ സീരിയസ് ആയിട്ട് പറയണത്, ये सब झूठ है, मैं किसी गुजरा देवी को नहीं जानता. എനിക്കറിയില്ല ഒരു गुजरा ദേവിനെ, ഇത് മുഴുവൻ കളവാണെന്ന് പറയണം. നീലിമ ഗുസ്സേ ജവാബ് ദേത്തി ഹെ. ഇത് കണ്ടപ്പോ നീലിമ ഭയങ്കര ദേഷ്യം വന്നു, അവള് മറുപടി കൊടുക്കണേ, मुझे बहकाने की कोशिश मत कीजिए, എന്നെ പൊട്ടത്തിയാക്കാൻ നോക്കണ്ട. രാജേഷ് अपनी सफाई में बार बार कसमें खाता है. രാജേഷ് എന്ത് ചെയ്യണം, പലതവണ ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു നോക്കാണ്. लेकिन नीलिमा को यकीन ही नहीं आता. പക്ഷെ നീലിമക്ക് ഒരു കാരണവശാലും ഉറപ്പ് വരുന്നില്ല. वो एक ही फिक्रा दोहराए जाती है. അവിടെ ഒരേ ഒരു വാക്കേ പറയുന്നുള്ളൂ, മർദ് की जात ही ऐसी होती है. ആണുങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. इस तोहमत की ताब में लाकर राजेश भी आपे से बाहर हो जाता है. അപ്പോ ഈ ഒരു തുഹമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രൂപത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ എന്താണ് ഈ രൂപത്തിലുള്ള ഒരു പരിഹാസം എന്നൊക്കെ പറയാം. അപ്പൊ ഇത് സഹിക്കാൻ പറ്റാതെയായിട്ട് രാജേഷ് എന്ത് ചെയ്യാണ്, आपे से बाहर हो जाना मीन्स बहुत गुस्से में आ जाना, ഭയങ്കര ദേഷ്യം വരുന്ന അദ്ദേഹത്തിന്. और औरतों में जितनी खामियां होती है उन्हें गिनवाने लगता है. സ്ത്രീകളുടെ അടുത്തുണ്ടാകുന്ന ഓരോരോ പോരായ്മകളെ കുറിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത് പറയാൻ തുടങ്ങുകയാണ്. ഈ തകരാർ 2-1 घंटे रहती है. ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഒരു കലഹം തുടർന്നു. और जब खत्म होती है तो दोनों मुंह फुलाए सोने के लिए अपने कमरे में चले जाते हैं. അങ്ങനെ ഈ മണിക്കൂറിന് ശേഷം പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, അങ്ങനെ രണ്ടുപേരും മുഖം വീർപ്പിച്ചുകൊണ്ട് അവരവരുടെ റൂമിലേക്ക് പോയിട്ട് കിടക്കാൻ തുടങ്ങും. कभी कभी दो को लड़ाने में बड़े शरारत आमीज हरबे का इस्तेमाल किया जाता है. ചിലപ്പോ ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ കലഹിപ്പിക്കുന്ന ഈ ഒരു കലയിൽ അത്രയും എന്ത് ചെയ്യേണ്ടി വരും, ചില കുസൃതി പണികളൊക്കെ ഒപ്പിക്കേണ്ടി വരും. ഷറാറത്ത് ആമീസ് കുസൃതി,
ആരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വികൃതികളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒപ്പിക്കേണ്ടി വരും. वो कैसे, वो भी सुन लीजिए, അതൊന്ന് കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. हम साये में लड़की के रिश्ते की बात चल रही है. തൊട്ട അയൽപക്കത്ത് हम साये में लड़की की रिश्ते की बात चल रही है. അവിടെ എന്ത് ചെയ്യാണ്, പെൺകുട്ടിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചന വന്നിരിക്കുകയാണ്. ലഡ്കിയെ വാലോസെ മിൽനെ ആത്തെ, ആൺകുട്ടികളുടെ മീൻസ് ഈ എന്താണ് ചെക്കന്റെ ഭാഗത്ത് നിന്ന് ഇയാളുടെ ഭാഗത്ത് നിന്ന് എന്തിന്റെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. एक लख्त राम गोपाल अपनी बीवी से बुलंद आवाज से लड़ने लगता है. അപ്പോ അത് കേട്ടപ്പോ അത് വന്ന് അറിഞ്ഞപ്പോ എന്ത് ചെയ്യാൻ, നമ്മുടെ ഇവിടെ രാം ഗോപാൽ അയാൾ എന്ത് ചെയ്യാണ്, अपनी बीवी से തന്റെ ഭാര്യയോട് ബുലന്ത് ആവാസ് ലഡ്നെ ലഗ്താ ഹൈ, എന്താണ് തന്റെ ഭാര്യയോട് രാംഗോപാൽ ഭാര്യയോട് എന്താണ് ഉച്ചത്തില് കരഹിക്കാൻ തുടങ്ങാണ്, പറയാൻ തുടങ്ങുന്നത്. वो कह रहा है, എന്താ പറയുന്നത്, अगर लड़की में ये नक़स है तो तुम्हें क्या, അല്ല ഈ പെൺകുട്ടിയിൽ ഇങ്ങനെയൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അനക്കെന്താ സംഭവിച്ചത്, അനക്കെന്ത് എന്തിനാണ് ഇതാക്കുന്നത് എന്ന്. തൊട്ടടുത്ത് ഈ കാണാൻ വന്ന വീട്ടുകാരോട് എന്ത് ചെയ്യാണ്, കല്യാണം അന്വേഷിക്കാൻ വേണ്ടി വന്ന വീട്ടുകാരെ കേൾക്കാൻ വേണ്ടിട്ട് പറയണത്, സ്വന്തം ഭാര്യയോട് പറയണ എന്നുള്ള രൂപത്തിൽ പറയണത് എന്താണ്, അഗർ ലഡ്കി മേ യേ നഖസ് ഹേ തോ തുമേ ക്യാ, പെൺകുട്ടിയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി നേരിച്ച അനക്കെന്താ, ലഡ്കേക്ക് കിസ്മത്ത് കൂട്ടേക്ക്, ആ ചെക്കന്റെ ഭാഗ്യം നേരിച്ചാ പോരെ, तुम क्यों खामखा दूसरों की बातों में दखल देती हो, എന്തിനാ ഈ ആവശ്യമില്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. ഏക് ആങ്ക് കാനി ഹേ തോ കാനി ഹി സഹി, ഒരു കണ്ണ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കാണണ്ട. ആഖിർ ഉസ്കി ഷാദി തുമാരെ ലഡ്കെ സെ തോ നഹി ഹോ രഹി, അല്ല നിന്റെ മകനോടൊന്നല്ലല്ലോ ഓളെ കല്യാണം കഴിപ്പിക്കുന്നത്. അഗർ ലഡ്കെ വാലോ കോ പസന്ദ് ഹേ തോ തുമേ ക്യാ, അല്ല ആ കുട്ടിന്റെ വീട്ടുകാർക്ക് എന്താണ് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ, എന്താ ശേഷം ചോദിക്കാണ്. अब 2-1 मिनट चुप रहने के बाद वो फिर कहता है, 1-2 മിനിറ്റ് കഴിഞ്ഞ് കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം പിന്നെയും പറയണത്, തും ചുപ്, നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ, എന്താണ്, ലഡ്ക അഗർ ഏക് ടാങ് ലഗടാ ഹേ തോ ഹുവാ കരേ ഹമേ ക്യാ, ചെക്കൻ എന്താണ് ഒരു കാല് മുടന്തരാണെന്ന് വിചാരിച്ചുകൊണ്ട്, ലഗടാ ഹേ തോ മുടന്തരാണെന്ന് വിചാരിച്ചുകൊണ്ട്, ഹുവാ ക്യാ എനിക്കെന്താ പറ്റിയത്, ഹമേ ക്യാ ഞമ്മക്കെന്താ, നമുക്കെന്താണ് അതുകൊണ്ട് നഷ്ടം. ലഡ്ക അഗർ ഏക് ടാങ് സെ ലംഗ്ഡാ ഹേ തോ ഹുവാ കരേ, അങ്ങനെ എന്താണ് ആൺകുട്ടിക്ക് എന്താണ് ഒരു കാല് മുടന്തരാണെന്ന് വിചാരിച്ചുകൊണ്ട് ആയിക്കോട്ടെ, എനിക്കെന്താ, ഹമേക്കാ നമ്മൾക്കെന്താ എന്ന് പറയണേ. അഗർ ലഡ്കി വാലെ ജാൻ ബുജ്കർ ലഡ്കി കോ അന്ധേ കുവേ മേ ധക്കാ ദേ രഹേ തോ കരേ, എന്താ പറയണത്, അഗർ ലഡ്കി വാലെ ഈ പെൺകുട്ടീന്റെ വീട്ടുകാരുണ്ടല്ലോ, അവരെന്താണ് ജാൻ ബുജ്കർ എന്താണ് കൽപ്പിച്ചു കൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ലഡ്കിക്കോ ഈ പെൺകുട്ടിയെ അന്ധേ കുവേ പൊട്ടക്കിണറ്റിലേക്ക് ധക്കാ ദേ രഹേ തോ ദിയാ കരേ, ആര് തള്ളിയിട്ടാണെങ്കിൽ തള്ളിയിട്ടൂടെ, അനക്കെന്താണെന്ന് പറയണേ. ഉൻകി ലഡ്കി ഹേ ജോ ചാഹേ സുലൂ കരേ, മൂപ്പര മകളല്ലേ അനക്കെന്താ, അവരെന്താ ഉദ്ദേശിച്ച് ചെയ്തോട്ടെ എന്ന്. തോടി ദേർ ബാദ് ഉൻകോ യേ കഹ്തേ ഹുയേ സുനാ ജാത്താ ഹേ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ കേൾക്കുന്ന എന്താണ്, മേ ക്യൂ ലഡ്കെ വാലോ സെ ജാക്കർ കഹോ മുझे क्या लेना देना है, ഞാൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് എന്താണ് ആ ആൺകുട്ടിയുടെ വീട്ടുകാരോട് പറയണം, अगर वो अपने लड़के की जिंदगी तबाह करने पर तुले हुए तो मैं क्या कर सकता हूँ, അല്ല അവര് ആ ആൺകുട്ടിയുടെ ജീവിതം തന്നെ കൊളാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ मैं क्या कर सकता हूँ, ഞാൻ എന്തിനാണ് അതിലിടപെടുന്നത്, എനിക്കൊന്നും ചെയ്യാനും പറയാനൊന്നുമില്ലല്ലോ എന്ന്. जब ये बातें लड़के और लड़की वाले सुनते हैं तो एक दूसरे की तरफ घोर कर देखते हुए कहते हैं. അങ്ങനെ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളെ പറയുന്ന ഈ വാക്കുകളൊക്കെ എന്താണ് കേട്ടിട്ട് എന്താണ് ലഡ്കി ഓർ ലഡ്കി വാലെ ഈ ആൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും ഇതൊക്കെ കേട്ട് എന്താണ് ഏക് ദൂസരേക്ക് തറഫ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ഘോർ കർ തുറച്ചു നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ പറയണത് ഹം യേ ക്യാ സുൻ രഹേ ഹേ, അല്ല നമ്മൾ ഈ കേൾക്കുന്നൊക്കെ ഇപ്പൊ എന്താണ്, तो इसका मतलब है आप हमें धोखा दे रहे हैं, ഇതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളതല്ലേ. आप भी तो कहते थे कि लड़के में कोई नक़स नहीं, നിങ്ങളും പറഞ്ഞിരുന്നു ആൺകുട്ടിയുടെ അടുത്ത് ഒരു പോരായ്മയില്ല എന്ന്. देखिए ये रिश्ता नहीं होगा, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കല്യാണം നടക്കൂല കേട്ടോ, ഈ പറ്റിക്കല്ലേ ഈ കല്യാണം നടക്കൂല എന്ന് പറയാണ്, ഇങ്ങനെ വേണ്ടെന്ന് പറയാണ്. आप तशरीफ ले जाइए, നിങ്ങൾ പോയിക്കോളി എന്ന് പറയാണ്. और जब लड़के वाले
अपने कपड़े झाड़ते हुए लड़की वालों के घर से निकलते हैं तो राम गोपाल सरगोशी के अंदाज में अपनी बीवी से कहता है, क्यों, क्या उल्लू बनाया दोनों को. അപ്പൊ എന്നിട്ട് പറയണത് अगर लड़के അങ്ങനെ എന്ത് ചെയ്യണം, जब लड़के वाले ഈ ആൺകുട്ടിയുടെ വീട്ടുകാർ अपने कपड़े झाड़ते हुए അവരുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, അവർ തട്ടിട്ട് എന്ത് ചെയ്യാണ്, അവര് ലड़की वालों के घर से निकलते हैं എന്ന് വെച്ചാൽ അവര് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പുറത്തു പോയ സമയത്ത് രാം ഗോപാല് അയാൾ എന്താ സർഗോഷിക്ക് അന്താസ് अपनी बीवी से कहते हैं, സന്തോഷത്തോടുകൂടി എന്തിനാ തന്റെ ഭാര്യയോട് പറയണത്, ക്യോ ക്യാ ഉല്ലു ബനായ ദോനോ കോ, കണ്ടില്ലേ കണ്ടില്ലേ എന്താണ് ഞാൻ അവർ രണ്ടു കൂട്ടരും എന്ത് ചെയ്തു, പൊട്ടന്മാരാക്കിയില്ലെന്ന്. മോങ്ങിയാക്കിയില്ലെന്നാണ് നേരെ അർത്ഥം, പക്ഷെ അതിന്റെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പൊട്ടന്മാരാക്കിയില്ലെന്ന്. ഇവിടെ നോക്ക്, എന്നിട്ട് തന്നെ ഇയാൾക്ക് ഇതിലൊരു സന്തോഷം, ഈ രണ്ടുപേരെയും തമ്മിൽ തെറ്റിച്ചതിന്. അങ്ങനെ എന്ത് ചെയ്യണേ, അവസാനം ഇയാൾ പറയണെന്ത്, ദോ കോ ലഡാന ജരൂർ ഏക് ഫൻ ഹെ, ഏക് ഫൻ ജരൂർ ഹെ. പക്ഷെ ഈ രണ്ടുപേരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്, പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് തീർത്തും ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ലേക്കിൻ ഖത്രെ സെ ഖാലി നഹീ, പക്ഷെ ഇത് കുറച്ച് അപകടം പിടിച്ച പണിയാണ്. उसके लिए बड़ी मश्क की जरूरत है, ഇതിന് നല്ല എക്സസൈസിന്റെ ആവശ്യമുണ്ട്. अगर थोड़ी सी चूक हो जाए तो लेने के देने पड़ जाते हैं, എവിടെയെങ്കിലും ഒന്ന് പൈസ എന്ത് ചെയ്യും, ലേനയ്ക്ക് ദേനെ ഹോ ജാതെ എന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ കൊടുക്കാൻ വിചാരിച്ചത് കിട്ടലായിരിക്കും ഉണ്ടാവുക. അപ്പൊ इसीलिए जब आप दो को लड़ाने की कोशिश करें तो इस बात का ख्याल रखें. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, दो को लड़ाने की कोशिश करें तो രണ്ടുപേരും തമ്മിൽ തെറ്റിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തല്ലിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, एक बात का ख्याल रखें, ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. उस फन का कमाल उसमें है, ആ കലയുടെ കഴിവ്, പൂർണ്ണത, അതിലുള്ള ആ ഒരു സിദ്ധി എപ്പോഴാണ്, उसमें के दो को लड़ाए और दो को लड़ाए, രണ്ടുപേരും തമ്മിൽ തല്ലിക്കണം, തെറ്റിക്കണം. പുറമെ എന്ത് ചെയ്യണം, और नारद मुनि या बीजमालू की तरह, അല്ലെങ്കിൽ नारद मुनि അല്ലെങ്കിൽ ബീജമാലുവിനെ പോലെ खुद साफ बचकर निकल जाए, नारद मुनि അല്ലെങ്കിൽ ബീജമാലുവിനെ പോലെ എന്ത് ചെയ്യണം, നല്ല അവിടെ അങ്ങോട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി എസ്കേപ്പ് ആവുകയും വേണം. അപ്പോഴാണ് ഈ ഒരു കലയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, തീർത്തും നിപുണരായി മാറുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്.